ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പഞ്ഞി പോലെയുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസൊക്കെ ആയില്ലേ, നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പഞ്ഞി പോലെയുള്ള വട്ടയപ്പമാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് പച്ചരി വെച്ചിട്ട് ഒരു 3 വട്ടയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ വലിയ പ്ലേറ്റിലൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് ഒരു 2 വട്ടയപ്പത്തിനാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 3 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ 2 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കുതിരാനായിട്ട് വെക്കണം. ഒരു 4 മണിക്കൂറൊക്കെ ആവും ഇത് കുതിർന്ന് കിട്ടാനായിട്ട്. നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഇത് വെള്ളത്തിലിട്ട് വെക്കുക. ഇപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വെള്ളം ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ ജാറാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ സാധാ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മൾ പച്ചരി എടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, അതിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അരി അളന്നെടുക്കാം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ മറ്റുള്ള സാധനങ്ങളും എടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് പച്ചരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളം മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവിൽ നിന്ന് ഒരു 1.5 കയ്യിൽ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള 1.5 കയ്യിൽ മാവുണ്ടല്ലോ, അതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരേക്കും 1.25 കപ്പ് വെള്ളമാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഞാൻ പറയാം ഇതിലേക്ക് എത്ര കൊണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പോൾ ഇത് കൈ വിടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇപ്പോൾ കപ്പി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ കപ്പി കാച്ചിയത് ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് ഈ കപ്പി കാച്ചിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇത് അരയ്ക്കണ നേരത്തെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് സ്നാക്കായിട്ടാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് കറിയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കണത് വെച്ചാൽ ഇത്ര മധുരം ചേർക്കണം എന്നില്ല. അപ്പോൾ ഇത് മധുരം അധികം ഒന്നുമല്ല കേട്ടോ. നമുക്ക് നല്ല വെന്ത് വരുമ്പോൾ, ഈ വട്ടയപ്പം വെന്ത് വരുമ്പോൾ മധുരം ഒന്ന് കുറയും. അപ്പോൾ വട്ടയപ്പം കറക്റ്റ് പാകം തന്നെയാണ് ഇത് ഉള്ളത്. ഇനി നമ്മൾ കപ്പി കാച്ചിയ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒന്നിച്ച് ചേർക്കാൻ പാടില്ല, കുറേശ്ശെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്.
അപ്പം ഞാനിത് ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മധുരമായിട്ട് യൂസ് ചെയ്യണത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ ഒരു 2.25 കപ്പ് വെള്ളമാണ് ഈ മാവ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അപ്പം ഞാൻ നാളികേരം എടുത്തപ്പോൾ നാളികേരത്തിൻ്റെ ബാക്കിലുള്ള തൊലി ചരണ്ടി കളയാത്തത് കൊണ്ടാണ് എൻ്റെ മാവ് ചെറിയൊരു കളർ വ്യത്യാസത്തിൽ തോന്നണത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വെള്ള കളറിൽ വട്ടയപ്പം വേണമെന്നുണ്ടെങ്കിൽ നാളികേരത്തിൻ്റെ ബാക്കിലുള്ള തൊലി ചരണ്ടി കളഞ്ഞിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ ചോറ് എടുക്കുമ്പോൾ വെള്ള അരിയുടെ ചോറ് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് മൂടി വെച്ചിട്ട് ഒന്ന് വീറാനായിട്ട് വെക്കാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വീറി വരാനുള്ള സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു 3.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മാവ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കണത് അതൊന്ന് നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ടിന്നും ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല. ഞാനിവിടെ ചെറിയ കട്ടിയായിട്ടാണ് വട്ടയപ്പം ഉണ്ടാക്കണത്. അപ്പം നിങ്ങൾക്ക് നല്ല കട്ടിയിലാണെങ്കിൽ ഏതാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കട്ടി കൂടുമ്പോൾ നമുക്ക് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ വട്ടയപ്പം വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വട്ടയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ഒരേ രീതി ആയതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കേട്ടോ. അപ്പം നമ്മൾ വട്ടയപ്പത്തിൻ്റെയും കേക്കിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. റാഗി വട്ടയപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തവരൊക്കെ അത് പോയി ഒന്ന് കാണുക. അപ്പോൾ വട്ടയപ്പം അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതിൽ കുറച്ച് മുന്തിരി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ നമുക്ക് മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ വട്ടയപ്പം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിത് മോൾഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള അതുപോലെ പഞ്ഞി പോലെയുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.